നമസ്കാരം. 99 സീറ്റുകളോടുകൂടിയായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ചത്. കേവലം 41 സീറ്റുകൾ മാത്രമായിരുന്നു UDFിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ UDF നിര ദുർബലമായിരുന്നു. UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരെയും പിണറായി വിജയൻ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചു. പിണറായിയുടെ മുഖത്തു നോക്കി വെല്ലുവിളിച്ചിരുന്ന KM ഷാജിയും VT ബൽറാമും ഒക്കെ കഴിഞ്ഞ സഭയിൽ ഉണ്ടായിരുന്നില്ല. PT തോമസ് ആവട്ടെ അകാലത്തിൽ പൊലിഞ്ഞും പോയി. അവിടെ വെള്ളി നക്ഷത്രമായി ഉദിച്ചു പൊങ്ങിയത് മൂവാറ്റുപുഴയിൽ നിന്നും എത്തിയ നവാഗത MLA മാത്യു കുഴൽനാടനായിരുന്നു. പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി വിജയ എന്ന് വിളിച്ച് വെല്ലുവിളിക്കാനുള്ള ധൈര്യം, പിണറായിയുടെ മകളുടെ തട്ടിപ്പിനെക്കുറിച്ച് തുറന്നു പറയാനുള്ള ധൈര്യം ഏറ്റവും കൂടുതൽ കുഴൽനാടനിലായിരുന്നു. കുഴൽനാടൻ്റെ ഈ വെല്ലുവിളി പിണറായിയെ പലതവണ പ്രകോപിപ്പിച്ചു. എന്തും പറയാം എന്നാണ് മാത്യു കുഴൽനാടൻ എന്ന ഒരുത്തൻ്റെ ചിന്ത എന്ന് പറഞ്ഞ് പിണറായി പൊട്ടിത്തെറിച്ചത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയെന്നാണ്. പച്ച കള്ളമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? ആ പൊട്ടിത്തെറിയിൽ അവസാനിപ്പിച്ചില്ല പിണറായി. മാത്യു കുഴൽനാടൻ്റെ തറവാട് വീടിന്റെ അസ്ഥിവാരത്തിന്റെ അളവ് വരെ എടുത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു. അവിടെയും മാസായി ഒരു ചായയും കുടിച്ചുകൊണ്ട് പത്രം വായിച്ച് കൂളായി നിന്ന് ആ ചിത്രം പുറത്തുവിട്ട് കുഴൽനാടൻ പകവീട്ടി. ആ കേസ് എന്തായി എന്ന് ആരും അന്വേഷിക്കുന്നില്ല. എന്തെങ്കിലും ആവാനായിരുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴൽനാടനെ തീർക്കാനായിരുന്നു. നിയമപരമായി കുഴൽനാടൻ ചെയ്ത പ്രവൃത്തിയെ മണ്ണെടുപ്പ് എന്ന് പറഞ്ഞ് CPM കെട്ടിയുണ്ടാക്കാൻ ശ്രമിച്ച ഗൂഢാലോചനയും അവർ തന്നെ പൊളിച്ച് ഇറങ്ങിയോടിയ കഥയും ഞങ്ങൾ കൊടുത്തിരുന്നു. ഇത് 2ാം തവണ 50,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച് മാത്യു കുഴൽനാടൻ സഭയിലേക്ക് എത്തിയത് പ്രതിപക്ഷത്തല്ല ഭരണപക്ഷത്താണ്. മാത്യു കുഴൽനാടൻ്റെ കസേരയിൽ ഇപ്പോൾ മാത്യുവിനെ വിറപ്പിച്ച പിണറായിയും കൂട്ടരുമാണ്. ഇന്നലെ സർക്കാരിനെതിരെയുള്ള 2 വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ മാത്യു കുഴൽനാടൻ എണീറ്റ് നിൽക്കുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ മാത്യു കുഴൽനാടൻ പിണറായിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ കഴിഞ്ഞ സഭയിൽ ചില സുപ്രധാന കാര്യം പറയുമ്പോൾ നുണയാണെന്ന് പറഞ്ഞ് 2 കൈയും നീട്ടി ഈ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എന്തു പറയുന്നു, മടിയിൽ കനമില്ലെന്ന് പറഞ്ഞ ആൾ എന്തു പറയുന്നു എന്ന് ചോദിച്ച് പിണറായിയെ പച്ചയ്ക്കങ്ങ് പഞ്ഞിക്കിട്ടു. എനിക്ക് ഓർത്തു പോകുന്നത്, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉന്നയിച്ച ചില കാര്യങ്ങളോട് ഇവിടെ നിന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പലരും അന്നുള്ളവർക്കറിയാം. അദ്ദേഹം പറയുന്നത്, എന്നെ ചൂണ്ടിയിട്ട് പറയുന്നത് പച്ച കള്ളമാണെന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ? ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസംബന്ധം പറഞ്ഞിട്ട് വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിക്കാനാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആരാണ് പച്ചക്കള്ളം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ആരാണ് അസംബന്ധം പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ലേ? കൈകൾ ശുദ്ധമാണെന്ന് 14 വട്ടം നിയമസഭയെ നോക്കി പറഞ്ഞ ആളുകൾ, ഞാൻ പറഞ്ഞതാണ് തെറ്റ്, മടിയിൽ കനമില്ല, പച്ചക്കള്ളമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ, ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു സർ. പ്രതിപക്ഷ കസേരയിലും സ്വസ്ഥമായി പിണറായി ഇരുത്താൻ മാത്യു കുഴൽനാടൻ തീരുമാനിച്ചിട്ടില്ല എന്നതിന് തെളിവായി മാറുന്നു ഈ പ്രഖ്യാപനം. അതിനുശേഷം PM ശ്രീയിലും മദ്യനയത്തിലേക്കുമാണ് മാത്യു കുഴൽനാടൻ കടന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ RSSകാരാക്കുക എന്ന ലക്ഷ്യത്തിൽ ഗൂഢാലോചന നടത്തി PM ശ്രീ ഇവിടെ കൊണ്ടുവന്ന പിണറായിക്ക് എന്താണ് UDF സർക്കാരിനെ വിമർശിക്കാൻ അവകാശം എന്ന് ചോദിച്ചായിരുന്നു തുടക്കം. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായി പറയാം. PM ശ്രീ പദ്ധതി UDFിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് വരികയാണ്, അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറയാം. ഞാൻ നിങ്ങളോട്, എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് ഈ വിഷയം പറയാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? കാരണം നമുക്കറിയാം, RSSന്റെ പ്രഖ്യാപിതമായ അജണ്ടയാണ് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞ മാതിരി മനസ്സുറയ്ക്കുന്നതിന് മുമ്പ്, മസ്തിഷ്കം ഉറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിലേക്ക് മതചിന്ത കടത്തിവിട്ട് അവരെ നമുക്ക് ഒരു കാലത്തും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന RSSന്റെ പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു സർ PM ശ്രീ എന്ന് പറയുന്നത്. നിങ്ങളിരുന്ന ക്യാബിനറ്റിൽ വന്നപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചതല്ലേ, ഇത് ചെയ്യരുത്, ഇതരുത്, ഇത് അപകടമാണ്, ഇത് അബദ്ധമാണ്, അല്ലെങ്കിൽ ഇത് ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്വഭാവം തകർക്കുമെന്ന് പറഞ്ഞു. 1 വട്ടം മാറ്റിവെച്ചു, 2 വട്ടം മാറ്റിവെച്ചു. എന്നിട്ട് ചെവി അറിയാതെ ഇരുട്ടിന്റെ മറവിൽ RSSന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ ഒപ്പിട്ട അതേ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ചൂണ്ടി പറയുകയാണ് PM ശ്രീ നടപ്പിലാക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോ PM ശ്രീയിലെ 4 വിരലും നിങ്ങളുടെ നേരെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർത്തോളണം. ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് അല്ലെങ്കിൽ CPM കുറിച്ച് പ്ലീസ് റിലാക്സ്. ഇപ്പൊ സമയമായില്ലോ, ഇപ്പൊ തുടങ്ങിയല്ലോ, നിൽക്കല്ലോ, സമയം തരാന്ന്.
നിങ്ങൾക്കും പറയാനുള്ള അവസരമുണ്ടല്ലോ. നിങ്ങൾക്കും പറയാനുള്ള ഈ കേരളത്തിലേക്ക് ആദ്യമായി RSS അജണ്ട കൊണ്ടുവന്ന ആരാണ് സർ? ആദ്യമായി കൊണ്ടുവന്ന ആരാണ്? ഇരുട്ടത്ത് പോയി ആ PMC ഒപ്പിട്ട കോൺഗ്രസ്. ഇരുട്ടത്ത് പോയി ആരും അറിയാതെ, ഇവിടെ ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന മന്ത്രിമാരറിയാതെ, മന്ത്രിസഭ അറിയാതെ ആരാണ്? ഇന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ശാന്തമായി ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറയാം. ഞാൻ പറയുന്നത് എന്നിട്ട് മുന്നണിക്കകത്ത് തന്നെ തർക്കം ഉണ്ടായി ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് PMC പദ്ധതിയെക്കുറിച്ച് ഇപ്പം ഞങ്ങളെ വിമർശിക്കുകയാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്രയും കാലം ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മതേതര പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഇതിന്റെ അപകടം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ഇതിന്റെ ആഴം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് PMC എന്ന പദ്ധതി കൊണ്ട് ഈ നാടിനുണ്ടാകാൻ പോകുന്ന തകർച്ച അറിയില്ലാഞ്ഞിട്ടാണോ? എന്നിട്ട് ഞാൻ ഒരു സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ടല്ലോ. നിങ്ങൾക്ക് അന്നേരം പറയാൻ എന്തിനാണ് ബഹളം കൂട്ടുന്നത്? ഇത് പണ്ടിങ്ങനെയായിരുന്നു സാർ. ഇവരോട് ബഹളം വെച്ച് പ്രസംഗം ഇല്ലാതാക്കുന്നത്. കഴിഞ്ഞ വട്ടം ഒരുപാട് വട്ടം എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രസംഗം പൂർത്തീകരിച്ചില്ല. അത് മാത്രമല്ല, ഇവിടെ എന്താണ് മൈക്ക് ഓഫ് ചെയ്യില്ലായിരിക്കും. അങ്ങായതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്യില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവിടെ നിന്ന് മാത്യു കുഴൽനാടൻ പോയത് മദ്യനയത്തിലേക്കാണ്. CPMന്റെ മദ്യനയത്തെക്കുറിച്ച് എണ്ണി പറഞ്ഞ് അവരെ പഞ്ഞിക്കിട്ടപ്പോഴും ഈ വിഷയത്തിൽ തന്റെ പാർട്ടിയായ കോൺഗ്രസിനോടുള്ള അഭിപ്രായ ഭിന്നത പറയാതെ പറഞ്ഞാണ് മുമ്പോട്ട് പോയത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ചുപേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ആരാ? അദ്ദേഹം തന്നെ ഇതേ സീറ്റിലിരുന്ന് കൊണ്ടുവന്ന നിയമനിർമ്മാണമായിരുന്നു. അന്നത്തെ എക്സൈസ് മന്ത്രി കൊണ്ടുവന്ന നിയമമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ആ സമയത്ത് നെഗോസിയേഷൻസ് വേർ ഓൺ. ആ നെഗോസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാതെ. അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതിൽ അഴിമതി ഉണ്ടെന്ന് തോന്നാൻ കാരണം. അതല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഇദ്ദേഹം പെട്ടെന്ന് എങ്ങനെ അങ്ങനെ പറയാം? എനിക്ക് മനസ്സിലായില്ല. ആരും ഒന്നും അഴിമതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയായിരിക്കും. കാരണം എന്നാ, there may be offer before you may be negotiating. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം. അതല്ലാതെ കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ച് ഇവിടെ നിന്നുള്ള ഒരു പരാമർശം വന്നപ്പോൾ തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിയമം കൊണ്ടുവന്നവർ നിങ്ങളാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കി അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ഇതാണ്. അതിന് പാലക്കാട് എലപ്പുള്ളിയിൽ ഡിസ്റ്റിലറിക്കുള്ള സൗകര്യം കൊടുത്തയാള്. മദ്യനയത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട്. സതീശിനെതിരായ നിലപാടാണ് മാത്യു കുഴൽനാടൻ്റേതും എന്ന് തെളിയിക്കുകയാണ് ഇന്നലത്തെ ഈ ഡയലോഗ്. പിണറായി വിമർശിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ ഒളിയം പെയ്തത് VD സതീശനായിട്ട് തന്നെയാണ്. തുടക്കത്തിലെ മാത്യു കുഴൽനാടൻ ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന 5 വർഷം എന്തായിരിക്കും തന്നെ ഇരുത്തിക്കൊണ്ട് കുഴൽനാടൻ വിളിച്ചു ചോദിക്കാൻ പോകുന്നത് എന്നോർത്ത് പിണറായിക്ക് ഉറക്കം നഷ്ടപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ശരിക്കിരിക്കാൻ കഴിയുന്നില്ലെന്നുമാണ് ഇടതുവൃത്തങ്ങൾ തന്നെ പറയുന്നത്.